പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്തോ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. ഡിസംബർ 3 മംഗളവാർത്ത, കാലം 1-ാം ഞായർ. ഇന്നത്തെ വായനകൾ ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 15 മുതൽ 22 വരെയും, യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 7 വരെയും, എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21 മുതൽ 6-ാം അധ്യായം 4 വരെയും, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. മംഗളവാർത്ത കാലത്തോടുകൂടെ പുതിയൊരു ആരാധനാക്രമോത്സവം ആരംഭിക്കുകയാണല്ലോ. നമ്മെ സ്വന്തമാക്കിയ രക്ഷകനായ ദൈവത്തെ നമ്മുടെ സ്വന്തമാക്കാനുള്ള ക്ഷണമാണ് ആരാധനാക്രമവത്സരം നമ്മുടെ മുൻപാകെ എന്ന് വയ്ക്കുക. ആരാധനാക്രമവത്സരത്തിന്റെ ഈ ആദ്യ ആഴ്ചയിൽ ദൈവം നമ്മെ എപ്രകാരം സ്വന്തമാക്കിയെന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി 1-2 വായനകൾ നമ്മുടെ മുൻപാകെ കടന്നു വരുമ്പോൾ 3-4 വായനകൾ ദൈവത്തിന്റെ ഈ രക്ഷാകര പ്രവൃത്തികൾ എപ്രകാരം കാലങ്ങൾക്കപ്പുറവും തുടരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അസാധ്യതകളുടെ 99-ൽ ദൈവം അരുളി ചെയ്ത വാഗ്ദാനത്തിന്റെ പുത്രന്റെ ജനനത്തേക്കാൾ കൂടെയായിരിക്കുന്ന കേവലം ബാലനായ ഇസ്മായേലിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താനാണ് അബ്രാഹാം ഇഷ്ടപ്പെട്ടത്. ഒരു വേള അദ്ദേഹം അത് പ്രകടിപ്പിച്ചത് ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും വയ്യ തനിക്ക് എന്നതിന്റെ സൂചനയായി കവിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ടാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ വഴികളും ചിന്തകളും ദൈവത്തിന്റെ വഴികളും ചിന്തകളും വ്യത്യസ്തങ്ങളാണെന്ന് കൂടി അബ്രാഹത്തെ ഓർമ്മപ്പെടുത്തി തമ്പുരാൻ പറഞ്ഞു, ഇസ്മായിലിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും, പക്ഷേ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എന്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അതെ, അവിടുന്നാണ് നമ്മെ ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കിയത്. നാം അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് യഥാർത്ഥ സ്നേഹം. എങ്ങനെയാണ് അവിടുന്ന് നമ്മെ സ്വന്തമാക്കിയത് എന്നാണ് 2-ാം വായന വ്യക്തമാക്കി തരിക. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേവായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, നാം നമ്മുടെ സ്വന്തമല്ല, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വിശുദ്ധ പത്രോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, നാം വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പകരം കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടാണ്. ചുരുക്കത്തിൽ 1-2 വായനകൾ നമുക്ക് നൽകുന്ന ചിന്ത, നാം അവിടുത്തേക്ക് ഏറെ വിലപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വില കൊടുത്താണ് നമ്മെ വീണ്ടെടുത്തത്. വീണ്ടെടുപ്പിന്റെ ഈ പാഠങ്ങൾ മറക്കുമ്പോഴാണ് നാം അവിശ്വാസത്തിന്റെ വഴിയിൽ ചരിക്കാനും ഇടയാകുന്നത്. അതുപോലെ തന്നെ വീണ്ടും അടയാളങ്ങൾ നൽകി നമ്മെ അവിടുന്ന് തന്നോട് അടുപ്പിക്കുകയും ചെയ്യുന്നത് എന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ സ്നാപകന് ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിലെ സഖറിയായുടെ ചിത്രീകരണത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെയും നാം അവിശ്വാസിയാകുമ്പോഴും അവിടുന്ന് വിശ്വസ്തനായി തുടരുന്നു. വിശ്വസ്തതയിലൂടെയുള്ള വിധേയത്വത്തിലൂടെയുള്ള ഈ വീണ്ടെടുപ്പ് നമ്മുടെ അനുദിന ജീവിതത്തിൽ തുടരുവാനുള്ള ക്ഷണം ലേഖനഭാഗത്ത് നൽകി നമ്മെ ക്രിസ്തുമസ് കാലഘട്ടത്തിന്റെ ആദ്യ ആഴ്ചയിലേക്ക് വഴി നടത്തുകയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ദൈവത്തിന്റെ അനന്തമായ വിശ്വസ്തതയും സമർപ്പണവും പിറവിയെടുക്കുമ്പോഴാണ് ദൈവം നമുക്ക് എമ്മാനുവേലാകുക. ദൈവം നമ്മോടുകൂടെയുണ്ട്, ദൈവം നമ്മുടെ ജീവിത അനുഭവങ്ങളിലുണ്ട്, രക്ഷകൻ നമ്മുടെ ഇടയിൽ പിറവിയെടുത്തിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധ്യമാകും. ക്രിസ്തുമസ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ആദ്യ ആഴ്ചയിൽ
തമ്പുരാന്റെ ബലിയിൽ പങ്കാളികളാകുന്ന നമുക്ക് നമ്മോടുകൂടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ചവന്റെ കൂടെ ആയിരിക്കാൻ, അതിന് തടസ്സമാകുന്ന എല്ലാറ്റിൽ നിന്നും അകന്നു നിൽക്കാൻ, ഒപ്പം അവിടത്തോട് കൂടുതൽ അടുക്കാൻ സഹായകമാകുന്നവ ആചരിക്കാനും അനുഷ്ഠിക്കാനും പങ്കുവെക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.